സാറേ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടും കൽപ്പിച്ചാണ് കോൺഗ്രസ് ഇറങ്ങുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം. അതുകൊണ്ട് അവർ ഇറക്കുന്ന നേതാക്കൾ മുല്ലപ്പള്ളി, സുധീരൻ, ശക്തൻ, മുരളീധരൻ അടക്കമുള്ള പ്രമുഖരായ എല്ലാ നേതാക്കളും മത്സര രംഗത്തുണ്ട്. അങ്ങനെ ഗോദയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസ് മലത്തി അടിക്കുമോ? എവിടെ വൻകിട സ്ഥാനാർത്ഥികൾ വരുമ്പോൾ കിടമത്സരവും കൂടും. അതാണ് കോൺഗ്രസ്സിൽ എപ്പോഴും സംഭവിക്കുന്നത്. പാദസാം നിജയം വാർന്നളവ് സേതു ബന്ധൻ ഉദ്യോഗമെന്തടോ എന്നാണ് കവിതയിൽ ചോദിക്കുന്നത്. അതായത് വെള്ളം മുഴുവൻ ചോർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മൺചിറ കെട്ടി അത് ബന്ധിച്ച് എന്ത് വെള്ളം അവശേഷിക്കുന്നു? ആവശ്യമില്ലാതെ നിങ്ങൾ ചുമ്മാതെ കൊലപറി നടത്തി പരസ്പരം തമ്മിലടിച്ച് നിങ്ങളുടെ ഇമേജ് കളഞ്ഞ് കുളിപ്പിച്ചു. ശശി തരൂർ എന്തോ പറഞ്ഞു, എല്ലാവരും കൂടെ ഒരു ബഹളം, ആവശ്യമില്ലാത്ത ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി. കെ സുധാകരനെ മാറ്റണമെന്നും പറഞ്ഞു. ഡൽഹിയിൽ പോയി അവർ ഒരുമിച്ച് ചിത്രമെടുത്തല്ലോ, ഫോട്ടോയിലെടുത്ത് ഒറ്റക്കെട്ടായിട്ടാണ് വരുന്നത് കേരളത്തിൽ. അതെ, കേരളത്തിൽ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. സിറ്റാരാമയ്യയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാര്യമല്ല, അതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ VK ശിവകുമാറും കൂടെ ഒരുമിച്ചിരുത്തി അവിടെ വടിഞ്ഞ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് എന്നതാ നിങ്ങൾ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക, ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക, അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു ഫോട്ടോ എടുക്കാനെങ്ങനെ. ഇങ്ങനെയുള്ള ഇത് കണ്ടൊന്നും ആളുകളെ പറ്റിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഫോട്ടോഷൂട്ടിൽ എല്ലാവരും കൂടെ ഇളിച്ചുകൊണ്ട് നിൽക്കും, അപ്പുറത്ത് പോയിട്ട് ഒരുത്തന് വാരി വെക്കും. ഇതാ കോൺഗ്രസിൻ്റെ നയം, സമീപനങ്ങൾ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഐക്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഐക്യമില്ലായ്മയുടെ പല ഉദാഹരണങ്ങളും വന്നു കഴിഞ്ഞു. ഓരോരുത്തർക്കും അവരവരുടെ എന്താ പറയുന്നത്, അവരുടെ മേൽക്കോയ്മ വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ മോശമല്ല, ഞാൻ മോശം. ഈഗോയാണ് കോൺഗ്രസിനെ ഭരിക്കുന്നത്, രാഹുൽ ഗാന്ധി അല്ല. രാഹുൽ ഗാന്ധിയുടെ പിടിപാടെല്ലാം പോയി കഴിഞ്ഞു. ഗുജറാത്തിൽ തോറ്റ് നാശമായതോടുകൂടി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിലുള്ളവരെ ഇപ്പോൾ സംശയം, BJPക്കാരെ അല്ല സംശയം. BJP പുറത്തു നിന്ന് അന്തസ്സായിട്ട് നേരിട്ട് വെയിറ്റ് ചെയ്യുന്നു, പാർട്ടിക്കുള്ളവർ പുള്ളിക്കെതിരെ രഹസ്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു വല്ലാത്ത അവസ്ഥയില്ല. നേതൃദാരിദ്ര്യം, അതിൻ്റെ കൂടെ അന്തചിത്രം, ഇത് രണ്ടും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പാർട്ടി നശിക്കാൻ പിന്നൊന്നും വേറൊന്നും വേണ്ട. പിണറായി വിജയൻ്റെ ദുർഭരണം മൂലം നശിച്ച് നാറാണക്കല്ല് വെച്ചിരിക്കുകയാണ് കേരളം, സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും. മയക്കുമരുന്ന് പോലുള്ളതിൻ്റെ ലഹരി കൊണ്ട് അമ്പലങ്ങൾക്കകത്തേക്കും DYFIയുടെ ലഹരി കയറി പടർന്നു പിടിച്ച് അങ്ങനെ കുളമായിരിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ സമാധാനത്തിന് വേണ്ടിയാണ് ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. നമ്മുടെ സമാധാനമെല്ലാം കെട്ടിട്ട് ഇത്തിരി സമാധാനം കിട്ടാനാണ് അവിടെ പോകുന്നത്. ഇപ്പോൾ അവിടെയും സമാധാനം കൊടുക്കത്തില്ല DYFIക്കാർ, സംഘടന വേദിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. അവിടെ പോകുമ്പോൾ പുഷ്പനെ അറിയാമോ? അതെ, ഇത് നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ്. BJP ഈസ് നോട്ട് പവർഫുൾ ഇനഫ് ടു ബി ബോൺ എന്നുള്ളതാണ് സ്ത്രീ. അതിന് ജനിക്കാനോ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ശക്തി ആർജിച്ചിട്ടില്ല, ഭാവിയിൽ വരുമായിരിക്കും. അപ്പോൾ അങ്ങനൊരു പ്രതിസന്ധിയിൽ ആശ്രയിക്കേണ്ടിയിരുന്ന കോൺഗ്രസിനെ അസംശയമില്ലല്ലോ കിടമത്സരം. ഇപ്പോൾ ഇവർ പറയുന്ന VM സുധീരനെ കൊണ്ടുവരുന്ന ചിരി തോന്നുന്നു. VM സുധീരനെ KPCC പ്രസിഡന്റായിട്ട് കൊണ്ടുവന്നൊരു ശുദ്ധികലശം നടത്താൻ ശ്രമിച്ചതാണ് അഖിലേന്ത്യാ കോൺഗ്രസ് പാർട്ടിയുടെ നല്ലൊരു നയം. അതെ, എന്നിട്ടെന്താ, രണ്ട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകളെ ഒതുക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലൊരു ഗ്രൂപ്പ്, അതുപോലെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പ്. അതില്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആൾട്ടർനേറ്റീവാണ്, വേറെ ഒരു നിവർത്തിയില്ലാതെ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടി അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു. അദ്ദേഹം വളരെ ആവശ്യമായിട്ടിരുന്ന, ഇന്നിപ്പോൾ ലഹരിയും കൂടെ അതിൽ ചേർക്കായിരുന്നു, മദ്യത്തിനെതിരായിട്ടുള്ള ഒരു ജാഥ വടക്ക് നിന്ന് തെക്കോട്ടൊരു യാത്രയുണ്ടല്ലോ, ആ യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹത്തെ ഒന്ന് സ്വീകരിക്കാൻ പോലും ഇവരുടെ അണികൾ പോയിട്ടില്ല, ഇവരുടെ ആൾക്കാർ പോയിട്ടില്ല. അത് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ ജനപിന്തുണ നഷ്ടപ്പെടുത്താൻ വേണ്ടി പരമാവധി ചെയ്തു. കാര്യം എന്താ? കോൺഗ്രസ്സുകാർ പലർക്കും ഒന്ന് വീശണം, വീശിയില്ലെങ്കിൽ അവരുടെ സുഖം പാരമ്യത്തിൽ എത്തുകയില്ല. ഒരു ക്രിസ്റ്റോ കാറ്, പിന്നെ ഖദർ ഷർട്ട്, നല്ല വടി പോലെ ഇരിക്കുന്നത്, പിന്നെ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ചിക്കൻ ബിരിയാണി, ഇതാണ് അത്യാവശ്യം അവരുടെ കോൺഗ്രസ്സുകാരൻ്റെ മെനു. പിന്നെ നേതാവിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോഷൂട്ട്, ഇതിനു വേണ്ടി നടക്കുന്നവരാണ് കോൺഗ്രസ്സുകാരിൽ ഭൂരിപക്ഷം. ആത്മാർത്ഥമായിട്ട് ഇന്ന ഒരാളാണ്. ഈ പബ്ലിസിറ്റിയിലൊന്നും വലിയ താല്പര്യമില്ലാത്ത, അഴിമതിയിലും താല്പര്യമില്ലാത്ത ആളാണ് VM സുധീരൻ. അദ്ദേഹത്തെ ഒതുക്കി കൈ കൊടുത്തു. ഉമ്മൻചാണ്ടി അഴിമതി രഹിതനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ VM സുധീരൻ വന്നപ്പോൾ അദ്ദേഹത്തിന് തൃപ്തിയില്ല, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാവണം. അങ്ങനെ അവർക്ക് ഇന്നടത്തെ സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ ആൾ വേണം, ഇന്നടത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന ആൾ വേണം. അവർക്ക് രണ്ടിനും അതിൻ്റെ ഒരു ഗ്രൂപ്പ് 2 സ്ഥാനാർത്ഥികളെ വെച്ചാൽ എന്ത് ചെയ്യും? ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ അതല്ലേ, ഇപ്പോൾ 2-1 ഞങ്ങൾ തീരുമാനിച്ചു, എന്ത് ചെയ്യും? മറ്റേ ആളവിടെ വന്ന് പണിയും ഇയാളെ തോൽപ്പിക്കാൻ വേണ്ടി. അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നത്? CPM-കാരൻ അവിടെ ജയിച്ചു. പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ അൾട്ടിമേറ്റ്ലി CPM-കാരൻ, ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത CPM-നെ കോൺഗ്രസ് അധികാരത്തിലെത്തിക്കും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ജനങ്ങൾ പിന്തള്ളിയ
പിണറായി സർക്കാരിനെ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ എത്തിക്കും. ജനങ്ങൾക്ക് വളരെ വിഷമമുണ്ട്, പ്രതിഷേധമുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? ഒന്നുകിൽ നിങ്ങൾക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിണറായിക്ക് വോട്ട് ചെയ്യാം. അതാ സ്ഥിതി. നിങ്ങൾ ഐക്യപ്പെട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഇല്ല. വേർപെട്ട് നിൽക്കാൻ 24 മണിക്കൂറുമുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. വേദനയുണ്ട്. കോൺഗ്രസ് അനുകൂലിയായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്, ഒരുപാട് വിയോജിപ്പുണ്ട്. പക്ഷേ ഇവിടെ ഒരു രക്ഷകനാകേണ്ട ദൗത്യം ഏറ്റെടുക്കേണ്ട കോൺഗ്രസ് താൻ പോരുമയെ തുടർന്ന് തകർന്ന് തരിപ്പണമായിട്ട് പോവുക. ഇത് വലിയ നേതാക്കളെയൊന്നും കൊണ്ടുവന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വേണ്ടതൊരല്പം അച്ചടക്കം, അല്പം ഡിസിപ്ലിൻ, സെമി കേഡർ പോലും വേണ്ട, ഒരു മര്യാദ. ഇപ്പോൾ ശശി തരൂർ എന്തെങ്കിലും പറഞ്ഞു ഉടനെ അദ്ദേഹത്തിന് നേരെ ഇങ്ങനെ ചന്ദ്രകാശം വിളക്കേണ്ടതുണ്ടോ? അദ്ദേഹത്തിന് ഞാൻ ഹെംലോക്ക് കുടിപ്പിച്ച് അടങ്ങും എന്നൊരു പിടിവാശി വേണോ? അദ്ദേഹം പറഞ്ഞോട്ടെന്നേ, പറയട്ടെ. കോൺഗ്രസ് അങ്ങനെയുള്ള പാർട്ടിയാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, ജനാധിപത്യ മുഖമുള്ള പാർട്ടി എന്നാണല്ലോ പറയുന്നത്. എന്താ കുഴപ്പം? അദ്ദേഹം പറയട്ടെ, വേറൊരാളും അഭിപ്രായം പറയട്ടെ. എന്താ കുഴപ്പം? സ്വതന്ത്രമായിട്ട് പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരുമിച്ച് നിൽക്കൂ. അതുകൊണ്ട് CPM-നെ സർട്ടിഫിക്കറ്റ് ജനങ്ങൾ കൊടുക്കുമെന്നാണോ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ കള്ളി വെളിച്ചത്ത് വന്നല്ലോ. വെട്ടിക്കടകളും ആക്രി കടകളും എല്ലാം കൂടെ ചേർത്താണ് ഈ 3 ലക്ഷം സ്റ്റാർട്ടപ്പുകളെന്ന് പറഞ്ഞത്. പലതും പൂട്ടിക്കൊണ്ടുപോയി. ഈ സ്റ്റാർട്ടപ്പുകൾ കാണുന്നതെല്ലാം സ്റ്റാർട്ടപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് അല്ലെ, ഈ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ഒരു ബോധ്യമായി കാണും, ഇനി അടുത്ത തവണ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ആ പാർട്ടി കേരളത്തിൽ കാണില്ല. ഒരു ഭാഗത്ത് കോൺഗ്രസിന് ഒഴുങ്ങാനായി BJP തക്കം പാർത്ത് നിൽക്കുകയല്ലേ. ആ ഒരു പൊളിറ്റിക്സ് തിരിഞ്ഞു വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. കോൺഗ്രസ് വരാൻ തീരെ താല്പര്യപ്പെടുന്നില്ല BJP. കാരണം അഖിലേന്ത്യായിരിക്കും ഈ നേതാക്കളെല്ലാ പ്രമുഖ നേതാക്കളെ മത്സരിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക. ഇല്ല, അത് കോൺഗ്രസ് വരാൻ BJP ആഗ്രഹിക്കുന്നില്ലെന്നൊരു സത്യമുണ്ട്. ഞാനിപ്പോൾ കണ്ടല്ലോ, തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത സമയം പിണറായി വിജയൻ്റെ ക്ഷണം അനുസരിച്ച് നിർമ്മലാ സീതാരാമൻ അങ്ങോട്ട് പോയി. നിർമ്മലാ സീതാരാമൻ ഈ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക പാക്കേജ് കൊടുക്കുന്നത് നിരസിച്ചിട്ടില്ല. അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയാണ്, കൊടുക്കാനുള്ളതെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണക്ക് ഞങ്ങളുടെ ശരിയാണ്, ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടില്ല. പക്ഷേ കേരള ഗവൺമെൻറ് കള്ളം പറഞ്ഞിട്ടുള്ളതെന്ന് സ്ഥാപിച്ചു. അവരുടെ റെക്കോർഡ്, ഷീ പുട്ട് ഹെർ റെക്കോർഡ് സ്ട്രൈറ്റ്. ആണ് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു. കേരളം കള്ളം പറയുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഒരു പാക്കേജ് ഇപ്പോൾ കൊടുക്കും, നോക്കിക്കോ. കടമെടുക്കാനുള്ള 19,000 കോടിയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവർ ആവശ്യപ്പെട്ടത്. അത് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം CAG റിപ്പോർട്ട് ഇവർക്ക് വിരുദ്ധമായിരുന്നു, എതിരായിരുന്നു. അങ്ങനെ കടം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ചെറിയൊരു കടമെടുക്കാനുള്ള ഒരു ഇത് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലെ മുകളിൽ നിൽക്കുന്ന ഓരോ പൗരനും കേരളത്തിൽ 5 ലക്ഷം രൂപയുടെ കടം അല്പം കൂടെ കൂടും ഇനിയിപ്പോൾ. അങ്ങനെ ഒരു ഇത് സൃഷ്ടിച്ചിട്ട് ക്ഷേമ പെൻഷൻ അങ്ങനെയുള്ളതെല്ലാം കൊടുത്തിട്ട് ഒരു നല്ല മുഖവുമായിട്ട് പിണറായി സർക്കാർ ജനങ്ങളെ അഭിമുഖീകരിക്കും. നമുക്കറിയാമല്ലോ, കിറ്റ്, കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അതുപോലൊരു സാമ്പത്തിക പാക്കേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ജയിച്ചു, തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. കോൺഗ്രസ് നിസ്സഹായമായി പോകും. അതുതന്നെയാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യവും. അവിടെ ഇരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഈ ഹിൻഡൻബർഗ്, ജോർജ് സൊറോസ് വാദങ്ങൾക്ക് ഉള്ള മറുപടി കേരളത്തിലും കൂടെ നിങ്ങളെ തോൽപ്പിച്ചു തരാം. ഇപ്പം മിസോറാമിൽ പോയി കഴിഞ്ഞ് ഇനി ഒരിക്കലും വരില്ല, ഗുജറാത്തിൽ പോയി കഴിഞ്ഞ് ഇനി ഒരിക്കലും വരില്ല, ഹരിയാനയിൽ പോയി ഇനി ഒരിക്കലും വരില്ല, മഹാരാഷ്ട്രയിൽ പോയി ഇനി ഒരിക്കലും വരില്ല. വേറെ എങ്കിലും ഇല്ലല്ലേ അവർക്ക് പിടിച്ച് കയറാൻ. ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ ഉണ്ട്, അതിൻ്റെ തീർന്നു, അതിൻ്റെ ഗ്യാരണ്ടി ആയിട്ട് തീർന്നു കഴിഞ്ഞു. കർണാടകത്തിലും ഇനി വരാൻ പോകുന്നില്ല. അതുപോലെ DK ശിവകുമാറും തമ്മിലുള്ള അടിയായി കഴിഞ്ഞു. ഇവിടുത്തെ പോലാണ് അവിടെ സമാനമാണ് സിദ്ധാരാമയ്യയും തമ്മിൽ. കുറച്ചുകൂടെ ഡീസൻ്റാണ് DK ശിവകുമാർ എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം അതിനെ എടുത്തത്. വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ഇനി ഒരിക്കലും വരാൻ പറ്റാത്ത പോലെ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ ലക്ഷ്യം കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ അടിവേരുകൾ അടുത്ത് മാറ്റുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ട് അതിന്. അല്ലാതെ വേറെ ശത്രുത, വ്യക്തിപരമായ ശത്രുതയല്ല കോൺഗ്രസിനുള്ളത് പോലെ, അല്ലെങ്കിൽ പിണറായി വിജയന് VS-നുള്ളതുപോലെ രാഷ്ട്രീയ കാരണങ്ങളാണ്. അവരുടെ രാഷ്ട്രീയ സാമർഥ്യമാണ് അതാണ് പ്രകടമാക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് വരാൻ പറ്റുക. CPM-ൻ്റെ കുഴപ്പം, CPM വന്നാൽ കുഴപ്പമില്ല, നല്ലതാണ്. VS-നെ പോലുള്ളൊരു നേതാവിടെ മുഖ്യമന്ത്രിയായാൽ നമുക്കെല്ലാം സന്തോഷം ഉണ്ടാവും രാഷ്ട്രീയത്തിനപ്പുറം. പക്ഷേ വരാൻ പോകുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് ഇളവും കൊടുത്തു വച്ചിരിക്കുക പാർട്ടി. അടുത്ത് വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ മരുമകനും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.